ഈ വിഷുവില് ഏറ്റവും കൂടുതൽ ഒരു ജൂൺ മാസം കഴിയുമ്പം വളരെ ഗംഭീരമായ ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അഷ്ടമാധിപതി ആയതുകൊണ്ടും നമുക്ക് ഫൈനാൻഷ്യൽ സ്ട്രെസ്സും അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാലഘട്ടം നല്ലതേ അല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് അഡ്വാൻസ് ആയിട്ട് ആ ജൂൺ മാസം വരെ നോക്കിക്കൊണ്ടിരിക്കരുത്. അഡ്വാൻസ് ആയിട്ട് ചിലപ്പോൾ ആ വർഷക്കാലത്ത് ഉണ്ടാകുന്ന ട്രോമകൾ പിന്നീട് പേര് നടക്കേണ്ട അവസ്ഥ വരും. അതെ അതെ. ഈ കന്നിരാശിക്കാർ പൊതുവെ തന്നെ അവർക്ക് വിദേശവാസ യോഗം ഉള്ള ഒരു രാശിയാണ്. 4-ാം ഭാവാധിപതി 11-ൽ സഞ്ചരിക്കുന്ന കാലഘട്ടം വരുമ്പോൾ അമ്മയ്ക്ക് തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും ഒക്കെ ഉയർച്ച ഉണ്ടാവുന്നതാണ്. 10-ാം ഭാവത്തിലെ വ്യാഴം 2-ാം ഭാവത്തെ ധനഭാവത്തെ വീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഫൈനാൻഷ്യൽ ഗ്രോത്ത്, ഉറപ്പായിട്ടും ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കും. ആ സമയത്ത് കുഴി ചെന്ന് ചാടിയിട്ട് ഞാൻ കുഴി ചാടി എന്ന് പറയുന്നേക്കാളും ചാടുന്നതിന് മുമ്പ് അവിടെ കുഴി ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ലേ. ചിങ്ങം ജന്മരാശിക്കൂറ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം അടങ്ങിയതാണ്. അപ്പം ഈ ചിങ്ങം ജന്മരാശിക്കൂറുകാർക്ക് കുറച്ച് ദോഷകരമായ ഒരു കാലഘട്ടമാണ്. അത് പല സമയത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തന്നെ ഇത് വീഡിയോയ്ക്കകത്തും പറഞ്ഞു പോയിട്ടുണ്ട്. ചിങ്ങം ജന്മരാശിക്കൂറുകാർക്ക് 2026-27 പകുതി വരെ, അതായത് ഈ വിഷുഫലം പറയുമ്പോൾ ആ വിഷു ഫലത്തിനുള്ളിൽ തന്നെ വരുന്ന പ്ലാനറ്ററി പൊസിഷൻ ദോഷമാണ്. ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെക്കാളും ദോഷമാണ് ജൂൺ മാസം മുതൽ. അത് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന പണിയേക്കാളും കൂടുതലാണ്. അതെ അതെ അതെ. അത് എന്താ പറയണ്ടേ, അവര് ഭയപ്പെടുത്താനായിട്ട് പറയുന്നതല്ല, കുറച്ചുകൂടെ അലർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. ആ സമയത്ത് കുഴി ചെന്ന് ചാടിയിട്ട് ഞാൻ കുഴി ചാടി എന്ന് പറയുന്നേക്കാളും ചാടുന്നതിന് മുമ്പ് അവിടെ കുഴി ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ലേ ഭംഗി. അപ്പൊ അതുകൊണ്ട് പറയുന്നതാ. ഇപ്പോ അറ്റ് പ്രസന്റ് 7-ാം ഭാവാധിപതിയായ ഗ്രഹം അഷ്ടമരാശിയിലും 7-ാം ഭാവാധിപതിക്ക് 6-ാം ഭാവാധിപത്യം വെച്ച് അത് റിലേഷൻഷിപ്പിന് വളരെ സാരമായി പരിക്കുകൾ തരുന്ന ഒരു കാലഘട്ടമാണ്. അത് ഒരു സ്ട്രോങ് ബോണ്ടിങ് ഒക്കെ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ സ്പൗസിന് ഇപ്പൊ നല്ല കാലഘട്ടം നടക്കുന്ന ആൾക്കാരോ മഹാദശ നല്ലത് നടക്കുന്നവരോ വലിയ തട്ടുകേടില്ലാതെ പോവുമെങ്കിലും ആൾമോസ്റ്റ് ആൾക്കാർക്കും ഇതിനകത്ത് അത് ഒരു പക്ഷേ ബിസിനസ് പാർട്ട്ണർഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ സ്പൗസുമായിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കാം, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായിരിക്കാം ഒക്കെ സ്ട്രെസ് അനുഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ജൂൺ മാസം കഴിയുമ്പം വളരെ ഗംഭീരമായ ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇപ്പോഴേ തന്നെ നമ്മൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് മെഡിറ്റേഷൻ ചെയ്തു പോകണം. മെഡിറ്റേഷൻ ആണ് ഞാനിപ്പോ അതിനൊരു പരിഹാരം ചെയ്യാം എന്ന് പറയുന്നതിനേക്കാളേറെ മെഡിറ്റേറ്റ് ചെയ്തു പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയാം. പിന്നെ അതുപോലെ ഫൈനാൻഷ്യൽ ഒരുപക്ഷെ ഫൈനാൻഷ്യൽ സ്ട്രെസ് അനുഭവിക്കുന്നവരും അവിടെ കൂടുതലല്ല എന്ന് പറയാം. കാരണം 12-ാമത്തെ രാശിയില് വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അത് അഷ്ടമാധിപതി ആയതുകൊണ്ടും നമുക്ക് ഫൈനാൻഷ്യൽ സ്ട്രെസ്സും അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. 5-ാമത്തെ രാശിയാധിപതിയും 5 എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ആധിപത്യം വെച്ച ഗ്രഹമാണ്. അവിടെ 2 അനിഷ്ടഭാവ ബന്ധം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ സ്പൗസിന്റെ ആധിപത്യം വെച്ച ഗ്രഹമാണ് 2 അനിഷ്ടഭാവ ബന്ധം ഉണ്ടായിരിക്കുന്നത്. കാലഘട്ടം നല്ലതേ അല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് അഡ്വാൻസ് ആയിട്ട് ആ ജൂൺ മാസം വരെ നോക്കിക്കൊണ്ടിരിക്കരുത്. അഡ്വാൻസ് ആയിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു പോകണം. ഇതിനകത്ത് ഏറ്റവും പ്രശ്നത്തിലായി പോകുന്ന ആരൊക്കെയാന്ന് വെച്ചാല് ഇപ്പൊ പ്ലസ് ടു എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ആ കാലഘട്ടം, പ്ലസ് 2 എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസ് ഫൈനൽ ഇയർ എക്സാമിനേഷൻസ് വരുന്ന 10th എക്സാമിനേഷൻ വരുന്ന കുട്ടികൾ, ഇവർക്ക് കൂടുതൽ സ്ട്രെസ്. അപ്പം അവർക്കൊരു അക്കാദമിക് സ്ട്രെസ് കൊടുക്കാതെ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ സ്പൗസിനെ കൊണ്ടോ കുഞ്ഞുങ്ങളെ കൊണ്ടോ തന്നെ ആവണം എന്നില്ല സ്ട്രെസ്, പലതരത്തിൽ സ്ട്രെസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് ഈ രാശിക്കാർക്ക് ആവശ്യമാണ്. അത് അവരെല്ലാം മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായിട്ടും ഒപ്പം ജീവിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കേണ്ടതാണ്, അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണെന്ന് പറയേണ്ടി വരും. അതിപ്പം ഇവർക്കൊരു ദോഷമുണ്ടെങ്കിൽ ഇവരുടെ സ്പൗസും അത് മനസ്സിലാക്കണം, ഇവരും സ്വയം മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ദോഷ കാലഘട്ടത്തിൻ്റെതായ കോൺസിക്വൻസസ് ആണ്. പക്ഷെ എന്നാൽ ഈ കാലഘട്ടം കഴിയുമ്പോൾ മാറ്റം ഉണ്ടാവുന്ന. പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനെ ഇപ്പൊ ജ്യോതിഷപരമായി നമ്മൾ ഇങ്ങനെ ഒരു വീക്ഷണത്തിൽ പറയുമ്പോൾ 1 വർഷം കഴിഞ്ഞ് മാറും എന്ന് നമുക്ക് പറയാം, ഇല്ലേ? പക്ഷെ ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരാളിന് 1 വർഷം കഴിഞ്ഞ് മാറും എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ
അതുകൊണ്ട് ചിലപ്പോൾ ആ വർഷക്കാലത്ത് ഉണ്ടാകുന്ന ട്രോമകൾ പിന്നീട് പേര് നടക്കേണ്ട ഒരു അവസ്ഥ വരും. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വരെ എന്തെങ്കിലും തരത്തിലുള്ള ആൻസൈറ്റിയോ ഡിപ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളോ റിലേഷൻഷിപ്പ് ഇഷ്യൂസോ വരെയാണെങ്കിൽ എടുത്തു ചാടി ഒരു തീരുമാനത്തിലെത്താതെ അതിന്റെ കൺസേൺഡ് ആയിട്ടുള്ള ഒരു കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഈ സമയത്ത് സാമ്പത്തിക ഇടപാടുകൾ, അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, കടം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളത്. ഇൻവെസ്റ്റ്മെന്റുകൾ പരമാവധി കുറയ്ക്കേണ്ടതാണ്. അതുപോലെ പാർട്ട്ണർഷിപ്പ് ചെയ്യരുത് എന്ന് പറയാം. അതുപോലെ തന്നെ പറയാൻ പറ്റുന്നതാണ്, നമ്മൾ ഷെയർ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളായിരുന്നാലും നന്നായിട്ട് പഠിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ, എന്നാൽ പോലും അതിനകത്ത് റിസ്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റും. അത് ഈ ചിങ്ങം ജന്മരാശിക്കൂറുകാർക്കും ഉണ്ട്, അതുപോലെ കുംഭം ജന്മരാശിക്കൂറിനും ഈ സെയിം പ്രോബ്ലം ഉണ്ട് എന്ന് പറയാൻ പറ്റും. അതുപോലെ അടുത്ത് വരുന്നത് കന്നി രാശിയിലെ 2.25 നക്ഷത്രക്കാരാണ്. അത് ഉത്രത്തിന്റെ 3/4 ഭാഗം, അത്തം ചിത്ര അരഭാഗവും ചേർന്നതാണ് കന്നിയിലെ 2.25 നക്ഷത്രക്കാർ. അപ്പോൾ അവരെ സംബന്ധിച്ച് വളരെ നല്ല സമയമായിട്ട് തന്നെ പറയണം. കാരണം ഈ കന്നിരാശിക്കാർ പൊതുവെ തന്നെ അവർക്ക് വിദേശവാസ യോഗമുള്ള ഒരു രാശിയാണ്. അത് ഹോരയിൽ അവരുടെ പ്രമാണ ശ്ലോകത്തിനകത്തേ പറയുന്നതാണ്. വേളാമന്ദിര ചാരു വീക്ഷണഗതി എന്ന് പറയുന്ന ഒരു പ്രമാണ ശ്ലോകമുണ്ട്. അത് പറയും പിന്നെ പരദേശഗഹ പ്രിയവജ കന്യാ പ്രജാൽപാത്മജഹ എന്നാണ്. പരദേശഗഹ പരദേശവാസമാണെന്ന് തന്നെ പറയുന്നത്. അപ്പോൾ വിദേശവാസം ഉള്ള ആൾക്കാരാണ്, അവർക്ക് വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് അവരുടെ ഇപ്പോൾ വ്യാഴം വന്നിട്ട് ചരരാശിയിലാണ് സഞ്ചരിക്കാൻ പോകുന്നത്. വ്യാഴം ഇപ്പൊ കർമ്മഭാവത്തിലാണ് നിൽക്കുന്നത്. ചന്ദ്രഭവനാധിപതിക്ക് കർമാധിപതിയുണ്ട്. എപ്പോഴും ഒരു ബുക്കിഷ് നോളജ് ഉള്ള ആൾക്കാരാണ്. അതുപോലെ അന്വേഷണ ബുദ്ധിയുള്ള ആൾക്കാരാണ്. എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ടൈപ്പ് സ്വഭാവമായിരിക്കും. കർമ്മത്തിൽ എപ്പോഴും അവർക്ക് കരിയറിൽ എപ്പോഴും ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ജന്മവും കർമ്മമായിട്ട് അവിടെ ഒരു കണക്ഷനുള്ള ആൾക്കാരാണ്. ഇപ്പോൾ 11 വ്യാഴം വന്ന് നിൽക്കുമ്പോഴേക്കും 4-ാം ഭാവാധിപതി 7-ാം ഭാവാധിപതി 11 നിൽക്കുമ്പോൾ 4-ാം ഭാവം അസറ്റുകളുടെ ഭാവമാണ്. 4-ാം ഭാവാധിപതിയാണ്, അസറ്റുകളുടെ ഭാവമാണ്. അപ്പോൾ ഈ അസറ്റുകൾ വഴിയൊക്കെ ഒരുപാട് ലാഭമുണ്ട്. എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് വളരെ നല്ലതായിട്ട് തന്നെ പറയണം. അത് മേടം ജന്മരാശിക്കൂറുകാർക്കും റിയൽ എസ്റ്റേറ്റുകാർക്ക് വളരെ അനുകൂലം തന്നെയാണ്. 4 വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പം കന്നി ജന്മരാശിക്കൂറുകാർക്ക് 4-ാം ഭാവാധിപതി ഉച്ചനായി 11-ാമത്തെ രാശിന് വളരെ നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും എന്ന് പറയാം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക്. അതുപോലെ 7-ാമത്തെ രാശി, അതുപോലെ അമ്മയ്ക്ക് വളരെ നല്ലതാണ്. 4-ാം ഭാവാധിപതി 11-ൽ സഞ്ചരിക്കുന്ന കാലഘട്ടം വരുമ്പോൾ അമ്മയ്ക്ക് തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും ഒക്കെ ഉയർച്ച ഉണ്ടാവുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുന്ന സമയമാണ്. 7-ാം ഭാവാധിപതി 11 നിൽക്കുമ്പോൾ സ്പൗസിന് വളരെ ഉയർച്ചയുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയും ധനപരമായിട്ടുള്ള ഉയർച്ചയും ഒക്കെ ഉണ്ടാവുന്ന സമയമായിട്ട് പറയാൻ പറ്റും. അതുപോലെ എന്നാൽ സ്പൗസിന് ഉയർച്ച ഉണ്ടാവും എന്ന് പറയുമ്പോൾ 7-ാം ഭാവത്ത് കണ്ടകശനിയല്ലേ, 7-ാം ഭാവത്തിൽ ശനിയല്ലേ സഞ്ചരിക്കുന്നത്, അതെങ്ങനെ കണ്ടകശനി കാലഘട്ടം നല്ലതാകും എന്നൊക്കെ ചോദിച്ചാല് 7-ാം ഭാവത്തിൽ 5-ാം ഭാവാധിപതിയായ ഗ്രഹമാണ്. ത്രികോണ ഭാവത്തിന്റെ ആധിപത്യം വഹിച്ച ഗ്രഹമാണ് കേന്ദ്രഭാവത്തിൽ സഞ്ചരിക്കുന്നത്. അതുപോലെ എന്നാൽ ചന്ദ്രന്റെ രാശിയെ ഈ പാപഗ്രഹം വീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകാം. അതായത് പാർട്ട്ണർഷിപ്പ് ഒക്കെ നടത്തുകയാണെങ്കിൽ അവിടെ കുറച്ച് സുതാര്യത ആവശ്യമാണെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ സ്പൗസിന്റെ ഇടയിലും ചില ഇടയ്ക്കും മറയ്ക്കൊക്കെ ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് കടുത്തു പോകത്തില്ല. ആ പൊട്ടിത്തെറികളൊന്നും തന്നെ ആ ഒരു ബോണ്ടിങ് അവിടെ ഉണ്ടായിരിക്കും എന്ന് പറയും. 7-ാം ഭാവാധിപതി 11-ാം ഭാവത്തിൽ 2 കൂട്ടർക്ക്, അതായത് ഇപ്പൊ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. അതുപോലെ 12-ാമത്തെ രാശിയിലാണ് കേതു സഞ്ചരിക്കുന്നത്. 6-ലാണ് ഉപജയഭാവത്തിലാണ് പാവഗ്രഹമായ രാഹു സഞ്ചരിക്കുന്നത്. ഇതൊന്നും ദോഷമുള്ള ഒരു പ്ലാൻ. അപ്പം കന്യരാശിക്കാർക്ക് വളരെ നല്ല രാശിക്കാരായിട്ടും ഇതിന്റെ ഈ വിഷുവില് ഏറ്റവും കൂടുതൽ ഒരു ബെനിഫിറ്റ്സ് അനുഭവിക്കുന്ന രാശിക്കാരൻ കന്നി രാശി എന്നൊരു ഇതാണെന്ന് പറയുന്നത്. അടുത്ത് തുലാം രാശിയിലെ 2.25 നക്ഷത്രം വന്നിട്ട് ചിത്തിര അരഭാഗം, ചോതി വിശാഖത്തിന്റെ 3/4 ഭാഗവും അടങ്ങിയതാണ്. ഈ 2.25 നക്ഷത്രക്കാർക്ക് ഇപ്പൊ അറ്റ് പ്രസന്റ് 9-ാമത്തെ രാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അടുത്ത് 10-ാമത്തെ രാശിയിലോട്ടും ഈ വർഷം തന്നെ, അതായത് അടുത്ത മേടമാസം വരെയുള്ള സമയം എടുക്കുമ്പോൾ
10ാമത്തെ രാശിയിൽ വ്യാഴം ഉച്ചനായി സഞ്ചരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടം അവർക്ക് 10 എന്ന് പറഞ്ഞാൽ കരിയറില് 10ാം ഭാവം എന്ന് പറഞ്ഞാൽ തൊഴിലിന്റെ ഭാവമാണല്ലോ. അതായത് 3ാമത്തെ രാശ്യാധിപതിയായ ഗ്രഹം 6ാം ഭാവാധിപതിയായ ഗ്രഹം കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം എന്നാണ്. പ്രോബ്ലം സോൾവിങ് സ്കില്ല് വളരെ പൊതുവെ തന്നെ ഈ തുലാം രാശിയുടെ ഒരു പ്രത്യേകതയെ അവർക്ക് വളരെ നല്ലൊരു പ്രോബ്ലം സോൾവിങ് സ്കില്ലുള്ള രാശിയാണ്. അതുകൊണ്ടാണ് അത് ബിസിനസിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും രാശിയാണ്. തുലാസ് അല്ലേ അവിടെ വരുന്നത്. അവർക്കൊരു എപ്പോഴും എന്തൊരു പ്രോബ്ലം, ഒരു ബിസിനസ് നടത്തുന്ന ഒരാളിന് അവിടെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ ഇല്ലാതെ നടത്താൻ പറ്റില്ല. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആ ഒരു സ്കില്ലില്ലാതെ നടത്താൻ പറ്റില്ല. അപ്പൊ അവർക്ക് 3 ഉപജയ ഭാവാസ് തമ്മിലുള്ള ഒരു കണക്ഷൻ, അത് വ്യാഴമാണ് ആ 3 ഉപജയ ഭാവാസ് തമ്മിലുള്ള കണക്ഷൻ കൊടുക്കും. ആ 10ാം ഭാവത്തിൽ ആ ഗ്രഹം ഉച്ചനായി സഞ്ചരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒത്തിരി കരിയർ വൈസ് ഫൈനാൻഷ്യലായിട്ടും ഗ്രോത്ത് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ 10ാം ഭാവത്തിലെ വ്യാഴം 2ാം ഭാവത്തെ ധനഭാവത്തെ വീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഫൈനാൻഷ്യൽ ഗ്രോത്ത്, ഉറപ്പായിട്ടും ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കും. അതുപോലെ വീട് പണി പൂർത്തിയാകാത്ത ആൾക്കാർക്ക് വീട് പണി പൂർത്തിയാക്കാൻ, ചിത്രചാലകങ്ങളോടുകൂടിയ മന്ദിരങ്ങൾ പണിയുന്നതാണ് എന്ന് വെച്ചാൽ വീടെല്ലാം ഫിനിഷാക്കി പൂർത്തിയാക്കി എടുക്കാൻ പറ്റുന്ന സമയമായിട്ട് തന്നെ പറയണം. ഒന്നിലധികമായ വീടുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാലഘട്ടമാണെന്ന് പറയാൻ പറ്റും. അതുപോലെ 3ാമത്തെ രാശ്യാധിപതിയാണ് കർമ്മഭാവത്തിൽ ഉച്ചനായി വരുന്നത്. സിബ്ലിങ്സിന് നല്ലതാണ്. സിബ്ലിങ്സിനും തൊഴിൽപരമായിട്ട് നല്ലതായിട്ട് തന്നെ പറയാൻ പറ്റും. ചലഞ്ചസ്, വെല്ലുവിളികളെല്ലാം തന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. കാര്യം 6ാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്നത് ശനിയാണ്, ഉപജയഭാവത്തിൽ സഞ്ചരിക്കുന്നത് ശനിയാണ്. അപ്പൊ അതും ദോഷകാരിയല്ല എന്ന് പറയാം. ശനിയെ കൊണ്ടും ദോഷമില്ല എന്ന് പറയാം. 11ാമത്തെ രാശിയിലാണ് കേതു സഞ്ചരിക്കുന്നത്, 5ലാണ് രാഹു സഞ്ചരിക്കുന്നത്. ഇതൊന്നും തന്നെ ദോഷകാരികളായ ഒരു കണക്ഷനേ അല്ല. 5ല് രാഹു സഞ്ചരിക്കുമ്പോഴും 5ാം ഭാവം സന്താന ഭാവമാണ്. അവിടെ പാവഗ്രഹമായ രാഹുവാണ് സഞ്ചരിക്കുന്നത്. സന്താന വിഷയങ്ങളിൽ പ്രശ്നമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ല എന്ന് തന്നെ പറയണം. കാരണം കാരകനായ ഗ്രഹം വ്യാഴം വന്നിട്ട് ഉച്ചനായി സഞ്ചരിക്കുന്നത് കൊണ്ടും കാരകനായ ഗ്രഹത്തിന്റെ വ്യാഴത്തിന്റെ സന്താന കാരകനായ ഗ്രഹത്തിന്റെ വീക്ഷണം വന്നിട്ട് ഈ 5ാം ഭാവത്തിലോട്ട് ഉള്ളത് കൊണ്ടും 5ാം വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി കൊണ്ടും ഈ പറഞ്ഞ ചന്ദ്രന്റെ രാശിയെ തന്നെ, മീൻസ് ഇപ്പൊ തുലാം രാശിയെ തന്നെ വീക്ഷിക്കുന്നത് കൊണ്ടൊക്കെ തന്നെ അത്തരത്തിലുള്ള സന്താന വിഷയങ്ങളിൽ ദുരിതങ്ങൾ ഇല്ല എന്ന് തന്നെ പറയണം. രാഹുവിനെ കൊണ്ടുള്ള ദോഷത്തിന് പരിഹാരമാണ് ഈ പ്ലാനറ്ററി പൊസിഷൻ എന്ന് പറയാം. ദീർഘനാളായി കുട്ടികൾ ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്കും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കുട്ടികൾ ഉണ്ടാവാനും സാധ്യതയുള്ള സമയമായിട്ട് തന്നെ പറയാൻ പറ്റും.